പ്രതിപതനം, പ്രതിപ്രവർത്തനവും തീരുമാനവും. ഇതിനാവശ്യമുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ്? പേപ്പർ ബോർഡ്, സെല്ലോ ടേപ്പ്, പിങ് പോങ് പന്ത്, സ്കെയിൽ. പേപ്പർ ബോർഡ് നീളത്തിൽ ചുരുട്ടിയെടുത്ത് സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിക്കുക. പിങ് പോങ് പന്ത് എളുപ്പത്തിൽ ഉള്ളിൽ കടക്കുന്ന വിധത്തിലായിരിക്കണം ഇത് ചുരുട്ടിയെടുക്കേണ്ടത്. ആ ദ്വാരത്തിലൂടെ പന്ത് പുറത്തേക്ക് വരുമ്പോൾ നല്ല പരന്ന ഒരു സ്കെയിൽ കൊണ്ട് അതിൽ അടിക്കാൻ നിങ്ങളുടെ സുഹൃത്തിനോട് പറയുക. മേശപ്പുറത്തേക്ക് അത് പോകാൻ പാടില്ല. ഓ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ലല്ലേ? ഈ പരീക്ഷണത്തിലൂടെ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആർക്കാണ് പ്രതിപ്രവർത്തനം ചെയ്യാനും തീരുമാനമെടുക്കാനുമുള്ള കഴിവുള്ളത് എന്ന് നിങ്ങൾക്കറിയാൻ കഴിയും. ആരാണ് ഏറ്റവും കൂടുതൽ തവണ പന്തടിക്കുന്നത് എന്നതിനനുസരിച്ച് അത് തീരുമാനിക്കാം. നിങ്ങൾ ഈ റോൾ പല കോണുകളിലേക്ക് മാറ്റിവെച്ച് പന്തിന്റെ വേഗത വർദ്ധിപ്പിക്കാം. ഈ റോളും പന്തടിക്കുന്ന ആളും തമ്മിലുള്ള ദൂരവും നമുക്ക് വ്യത്യാസപ്പെടുത്താം. ഇനി നിങ്ങളുടെ പ്രതിപ്രവർത്തന സമയവും നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. വിസ്മയിപ്പിക്കുന്ന വസ്തുതകൾ. ഒരു മനുഷ്യന്റെ കണ്ണ് ഒരു വർഷത്തിൽ 42 ലക്ഷം തവണ ചിമ്മാറുണ്ട്.